തയ്യാറാക്കണേന്ന് നോക്കാം. ഇത് ഞാൻ എൻ്റെ മോൻ്റെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് തയ്യാറാക്കിയതായിരുന്നു കേട്ടോ. ചോക്ലേറ്റ് കേക്കൊന്നും ഇഷ്ടമില്ലാത്തവർക്ക് പ്രത്യേകിച്ച് കഴിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി കേക്ക് തന്നെയാണ്. ഇതിൻ്റെ ബേസ് എന്ന് പറയുന്നത് വാനില സ്പോഞ്ച് കേക്കാണ്. അപ്പം നമുക്കിതെങ്ങനെയാണ് നല്ല അടിപൊളിയായിട്ട് തന്നെ അതായത് ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കണേന്ന് നോക്കാം. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യാൻ പോണ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് കേക്ക് തയ്യാറാക്കാൻ തുടങ്ങാം. ഞാൻ അതിന് വേണ്ടിയിട്ട് ഇവിടെ 4 മുട്ട എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പൊട്ടിച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഇതിനിപ്പോൾ ഞാനൊരു ഇലക്ട്രിക് ബീറ്റർ ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടോ ബീറ്റ് ചെയ്തെടുക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മിക്സിയിൽ അടിച്ചിട്ട് വേണമെന്നുണ്ടെങ്കിലും ബീറ്റ് ചെയ്തെടുക്കാം. ലോ സ്പീഡിൽ തുടങ്ങിയിട്ട് ഹൈ സ്പീഡിൽ വരെ നമുക്കിത് ബീറ്റ് ചെയ്തെടുക്കാം. കണ്ടില്ലേ, ഈ ഒരു രീതിയിലൊരു റിബൺ കൺസിസ്റ്റൻസി ആവണ വരെ നമുക്കിതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇത് മതി. നന്നായിട്ട് തന്നെ ഇതുപോലെ പതഞ്ഞ് വരണം. ഇനി നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി ഞാൻ വേറൊരു പാത്രം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 കപ്പ് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഞാനിതിപ്പോൾ 250 ml കപ്പിൽ 1 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് ബട്ടറാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ബട്ടർ ഇപ്പോൾ സോൾട്ടഡ് ബട്ടർ ആയാലും കുഴപ്പമില്ല, അൺസോൾട്ടഡ് ബട്ടർ ആയാലും കുഴപ്പമില്ല. റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ ചേർത്ത് കൊടുക്കാം. ഒരിക്കലും ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് അപ്പോൾ തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കരുത്. ഇനി ബട്ടറും പഞ്ചസാരയും കൂടി നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് 100 ഗ്രാം ബട്ടറാണ് കേട്ടോ. ഇപ്പൊ കണ്ടില്ലേ, ബട്ടറും പഞ്ചസാരയും കൂടി മിക്സ് ചെയ്ത് ഞാനൊരു ക്രീമിന്റെ കൺസിസ്റ്റൻസിയിൽ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് മതി. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു അരിപ്പ വെച്ച് കൊടുക്കാം. അതിനുശേഷം 250 ml കപ്പിൽ, അതായത് ഈ ഒരു കപ്പിലാണ് ഞാൻ എടുത്തിരിക്കുന്നത് 1 കപ്പ് മൈദ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഇനി നമുക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് അരിച്ചിട്ട് ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. 2-3 പ്രാവശ്യം അരിച്ചെടുക്കുന്നത് നല്ലതാണ് കേട്ടോ. കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ വരും. കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ പോവും. അതിനുശേഷം നമുക്ക് ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ആദ്യം. ഈ ബേക്കിംഗ് പൗഡർ നമ്മൾ ചേർത്ത് കൊടുത്തില്ലേ, ഇത് എല്ലായിടത്തേക്കും ആവണം കേട്ടോ. അപ്പോൾ ആ ഒരു രീതിയിലാണ് നമ്മൾ മിക്സ് ചെയ്തെടുക്കുക. പിന്നെ നമ്മൾ മുട്ട ബീറ്റ് ചെയ്ത് വെച്ചിരുന്നില്ലേ, അത് ഈ മിക്സിലേക്ക് കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കണം. ഒരു ടീസ്പൂൺ വാനില എസൻസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മുട്ടയുടെ എക്സസ് ആയിട്ടുള്ളൊരു മണമൊക്കെ പോകാൻ നല്ലതാണ്. ഇപ്പൊ കണ്ടില്ലേ, ഇത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ കുറച്ച് കട്ടിയായിട്ടാണ് ഇരിക്കണത്. നമുക്കിതിലേക്ക് കുറച്ച് പാൽ ഒഴിച്ചിട്ട് ഇതൊന്ന് ലൂസാക്കി എടുക്കാം. സാധാരണ പശുമ്പാൽ തന്നെയാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. പാലിനങ്ങനെ പ്രത്യേകിച്ച് അളവൊന്നുമില്ല, നമുക്ക് ഏകദേശം കാണുമ്പോൾ അറിയാമല്ലോ ആ ഒരു രീതിയിൽ. പിന്നെ നിങ്ങൾ ഇതിലേക്ക് സോൾട്ടഡ് ബട്ടർ അല്ല ഉപയോഗിക്കണത്, അൺസോൾട്ടഡ് ബട്ടർ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് ഇപ്പോൾ ഒരു 1/4 കപ്പ് പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതുപോലെ കട്ടകളൊന്നും ഇല്ലാതെ നല്ലപോലെ തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് മതി. ഇതിന് മാറ്റി വയ്ക്കാം. ഞാനിപ്പോൾ ഇവിടെ 8 ഇഞ്ച് വലിപ്പത്തിലുള്ളൊരു ബേക്കിംഗ് ടിന്നാണ് എടുത്തിരിക്കുന്നത് കേട്ടോ, കേക്ക് ടിൻ. ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 1.5 ഇഞ്ചാണ്. ഇതിലേക്ക് ഞാൻ കുറച്ച് ബട്ടർ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതൊന്ന് ഡസ്റ്റിങ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. എല്ലാവിടെയും ബട്ടർ നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് മൈദ ഇട്ടിട്ട് തട്ടിക്കൊടുത്താലും മതി, അതായത് എക്സസ് ആയിട്ടുള്ള മൈദ തട്ടിക്കളഞ്ഞാലും മതി. ഞാനിപ്പോൾ ഒരു ബട്ടർ പേപ്പർ കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് വെച്ച് കൊടുക്കാം. ഇനി ഈ കേക്ക് ടിന്നിലേക്ക് നമുക്ക്
ഈ ബാറ്ററിയില്ലേ, കേക്കിൻ്റെ ബാറ്റർ അത് ഒഴിച്ചു കൊടുക്കണം. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ അത് വേണ്ടത്. ഇനി നമുക്കിത് ഇതുപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. എയർ ബബിൾസ് ഒക്കെ പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഈ കേക്ക് ബാറ്റർ മിക്സ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ഓവൻ പ്രീ ഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. അതുപോലെ ഈ കേക്ക് ടിന്നും നമുക്ക് ലൈൻ ചെയ്ത് വെക്കണം. ബട്ടർ പേപ്പർ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ, അല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ബട്ടർ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് മൈദ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് തട്ടിയെടുത്താലും മതി. ഇനി നമുക്കിത് കൺവെക്ഷൻ മോഡിൽ 180 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ 25 മിനിറ്റ് മുതൽ 30 മിനിറ്റ് വരെ ബേക്ക് ചെയ്തെടുക്കാം. ബേക്കിംഗ് ടൈം എന്ന് പറയുന്നത് നമ്മളുടെ, അതായത് ഓരോരുത്തരുടെയും ഓവനനുസരിച്ച് ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിനനുസരിച്ച് ചെയ്യാം. ഞാനിനി ഒന്ന് ബേക്ക് ചെയ്തെടുക്കട്ടെ. ഇപ്പോൾ നമ്മുടെ കേക്ക് കണ്ടോ, നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ബേക്കായിട്ട് വന്നിട്ടുണ്ട്. ഒരു സ്ക്രൂവർ ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് കുത്തി നോക്കിയാൽ മതി. അപ്പോൾ പെർഫെക്റ്റ് ആയിട്ട്, അതായത് ക്ലീൻ ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ കേക്ക് നന്നായിട്ട് തന്നെ കുക്കായി നിർത്തുന്നത്. ഇപ്പോൾ ക്ലീൻ ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് ചെറുതായിട്ടൊന്ന് തണുത്ത് വരട്ടെ. അതിനുശേഷം നമുക്ക് ഇതിൽ നിന്ന് മാറ്റാം. നല്ല മണം വരുന്നുണ്ട് കേക്കിൻ്റെ. ഇപ്പം ഇത് ചെറുതായിട്ടൊന്ന് തണുത്ത് വന്നിട്ടുണ്ട്, ഒരുപാട് അങ്ങോട്ട് തണുത്തിട്ടൊന്നുമില്ല കേട്ടോ. ഇനി നമുക്കിത് കേക്ക് ടിന്നിൽ നിന്നൊന്ന് മാറ്റാം. ഇതുപോലെ ഒരു കത്തി വെച്ചൊന്ന് പതുക്കെ ഒന്ന് വെടിയിച്ച് കൊടുത്താൽ മതി. ഇതല്ലെങ്കിൽ തന്നെ ബേക്കായിട്ട് വരുമ്പോൾ വിട്ട് വരും. പക്ഷെ ഒന്നും കൂടി നമുക്കൊന്ന് വെടിയിച്ച് കൊടുക്കാം. അപ്പോൾ ഈസി ആയിട്ട് തന്നെ പോരും. എനിക്കിത് ബേക്കായിട്ട് വരാൻ വേണ്ടിയിട്ട് 21 മിനിറ്റാണ് എടുത്തത് കേട്ടോ. കറക്റ്റായിട്ട് ബേക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കേക്ക് ഒന്ന് അൺമോൾഡ് ചെയ്തെടുക്കാം കേട്ടോ. ബട്ടർ പേപ്പർ മാറ്റി കൊടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് തന്നെയാണ്, കണ്ടില്ലേ. ഇനി നന്നായിട്ട് തണുത്ത് വരട്ടെ. അതിനുശേഷം നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഇത് തണുത്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാം, ഇതിൻ്റെ ഫ്രോസ്റ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള. ഇനി ഞാൻ ഇതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് ഇതുപോലുള്ള ക്യാൻഡ് ചെറിയാണ്. സാധാരണ രീതിയിൽ ഇതുപോലെ ക്യാൻഡ് ചെറിയാണ് കേട്ടോ ഉപയോഗിക്കുക, വൈറ്റ് ഫോറസ്റ്റ് കേക്കിനും ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിനും ഒക്കെ. ഇതില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സാധാരണ ചെറി വേണമെങ്കിൽ ഉപയോഗിക്കാം. പക്ഷേ ഇതാണ് ശരിക്കും പെർഫെക്റ്റ് ആയിട്ട് വരിക. ഇതുപോലെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. കണ്ടില്ലേ, ഇത് സാധാരണ നമ്മൾ ബേക്കറിയിൽ നിന്ന് വാങ്ങിക്കുന്ന ചെറിയല്ല കേട്ടോ, ബേക്കിംഗ് ഷോപ്സിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. ഇനി ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പ് പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഇനി 1 കപ്പ് സാധാരണ വെള്ളം കൂടി ഞാൻ ഒഴിച്ചു കൊടുക്കണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ഈ ചെറി ഉണ്ടല്ലോ, ചെറി കുറച്ചെടുത്തിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഒരു 1/2 കപ്പ് അളവിൽ ഞാൻ ഇതിലേക്ക് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ 1/2 കപ്പ് ചെറി എടുത്തിട്ട് കട്ട് ചെയ്തെടുത്തത് തന്നെ കേട്ടോ. ഇത് നമുക്ക് ഈ ഷുഗർ സിറപ്പിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്കിത് നന്നായിട്ട് തന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. നന്നായിട്ട് തന്നെ ഒന്ന് തിളച്ച് വരട്ടെ. ഇപ്പോൾ കണ്ടില്ലേ, ഇത് നല്ലപോലെ തന്നെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇത് മതി, നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഈ ഷുഗർ സിറപ്പ് ഒരിക്കലും തിക്കായിട്ട് വരരുത് കേട്ടോ ഒരുപാട്. ഓക്കെ, ജസ്റ്റ് ഒന്ന് തിളച്ച് വന്നാൽ മതി. അപ്പോൾ നമ്മുടെ ചെറി സിറപ്പ് തയ്യാറായിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് തന്നെ ഒന്ന് തണുത്ത് വരട്ടെ. അതിനുശേഷം മാത്രം നമുക്ക് ബാക്കി പരിപാടികൾ ചെയ്യാം. ഇപ്പോൾ നമ്മുടെ കേക്ക് നന്നായിട്ട് തന്നെ തണുത്ത് വന്നിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം. ഓക്കെ, ഇതിനിപ്പോൾ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്തെടുക്കുമ്പോൾ ഇതിൻ്റെ ഈ മുകൾ ഭാഗം ഇല്ലേ, മുകൾ ഭാഗം കുറച്ച് കനത്തിൽ വേണമെന്നുണ്ടെങ്കിൽ കട്ട് ചെയ്ത് കളയാം. അതുപോലെ ഇതിൻ്റെ വശങ്ങളും കട്ട് ചെയ്ത് വേണമെന്നുണ്ടെങ്കിൽ കളയാം. ഞാനിപ്പോൾ ഇതിൻ്റെ വശങ്ങളിലും അതുപോലെ മുകൾ ഭാഗമൊന്നും കട്ട് ചെയ്ത് കളയുന്നില്ല, അല്ലാതെ തന്നെയാണ് കട്ട് ചെയ്തെടുക്കുന്നത്. നമുക്കിനി ഇത് 2 ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കാം. എല്ലാം മൂർച്ചയുള്ള കത്തി ഉപയോഗിച്ച് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. ഇപ്പോൾ ഞാൻ ഫസ്റ്റ് ലെയർ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് തന്നെയാണ്. ഞാനിപ്പോൾ ഇത് 2 ലെയറായിട്ടാണ് കേട്ടോ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. കുറച്ചും കൂടി തിക്കായിട്ടുള്ള കേക്ക് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 3 ലെയറായിട്ടൊക്കെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമുക്ക് ക്രീം ഒന്ന് വിപ്പ് ചെയ്തെടുക്കാം. ഏത് ബ്രാൻഡ് വേണമെങ്കിലും ഉപയോഗിക്കാം. പക്ഷെ നല്ല ബ്രാൻഡ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ വരും നമ്മുടെ കേക്ക്. ഇനി ഞാൻ ഈ പാത്രത്തിലേക്ക് 2 കപ്പ് ക്രീമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. അതായത് 500 ml ക്രീമാണ് ഞാൻ ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഈ വിപ്പിംഗ് ക്രീമിലേക്ക് ഞാൻ കുറച്ച് വാനില എസൻസ് ചേർത്ത് കൊടുക്കണം. 1 ടീസ്പൂൺ അളവിൽ മതി. ഇനി ഇത് നമുക്ക് നല്ലപോലെ തന്നെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം.
കണ്ടില്ലേ, ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ താഴെ വീഴാത്തൊരു രീതിയിൽ നമ്മൾ ഇതുപോലെ എടുത്തിട്ട് ഞാൻ കുടഞ്ഞാലും താഴെ വീഴരുത്. ആ ഒരു രീതിയിൽ നന്നായിട്ട് തന്നെ തിക്കായിട്ട് വരണം. ലോ സ്പീഡിൽ തുടങ്ങിയിട്ട് ഹൈ സ്പീഡിൽ വരണ വരെയാണ് ഞാനിത് ബീറ്റ് ചെയ്തെടുത്തിരിക്കുന്നത്. ഓവറായിട്ട് ബീറ്റ് ചെയ്ത് എടുക്കരുത് കേട്ടോ. ഇതുപോലെ ഈ ഒരു കട്ടിയായിട്ട് വരുമ്പോൾ തന്നെ സ്റ്റോപ്പ് ചെയ്യാം. ഇനി നമുക്കിത് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കാം. പുറത്ത് വെച്ചാലും ഇത് ലൂസായിട്ട് തന്നെ മാറും. ഇനി നമുക്ക് വൈറ്റ് ചോക്ലേറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. ഇതിപ്പോൾ ഞാൻ കോമ്പൗണ്ട് ചോക്ലേറ്റ് ആണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ മുഴുവനൊന്നും വേണ്ട, നമുക്ക് ഇതിൻ്റെ ഒരു പീസ് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഇത് മതി. കോമ്പൗണ്ട് ചോക്ലേറ്റ് വേണമെന്നുണ്ടെങ്കിൽ എടുക്കാം, അല്ലെന്നുണ്ടെങ്കിൽ സാധാരണ ചോക്ലേറ്റ് ഇല്ലേ, മിൽക്കി ബാറൊക്കെ പോലത്തെ അതുപോലത്തെ വേണമെന്നുണ്ടെങ്കിലും ഉപയോഗിക്കാം. വൈറ്റ് ചോക്ലേറ്റ് ആയിരിക്കണം എന്നുള്ളൂ. ഇതിപ്പോൾ വൈറ്റ് ഫോറസ്റ്റ് കേക്ക് ആയ കാരണം ഞാൻ ഇതുപോലെ പീലർ ഉപയോഗിച്ച് ഒന്ന് ഇങ്ങനെ പീൽ ചെയ്തെടുക്കണം. കണ്ടില്ലേ, ഇപ്പം നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ നമുക്കിതെല്ലാം ഒന്ന് ഇതുപോലെ ചെയ്തെടുക്കാം. അല്ലെങ്കിൽ ഗ്രേറ്റ് ചെയ്ത് ഇടാം. പക്ഷേ ഇതാ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി കാണാൻ കുറച്ച് ഭംഗി തോന്നുന്നത്. അതിപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ മനോധർമ്മം പോലെ ചെയ്യാം. ഇതുപോലെ തന്നെ ഞാൻ എല്ലാം ചെയ്തെടുക്കട്ടെ. ഇപ്പോൾ കണ്ടില്ലേ, ഞാൻ ഇതെല്ലാം ഇതുപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് ആവശ്യമുള്ള ആളുകളും മതി. ഇനി ഞാൻ ഈ കേക്ക് ഫ്രോസ്റ്റിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ടേൺ ടേബിൾ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ച ക്രീമില്ലേ, അത് കുറച്ച് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. കേക്ക് സ്റ്റേബിളായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതിനുശേഷം ഒരു ലെയർ കേക്ക് ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ചെറി സിറപ്പില്ലേ, ഇതിൽ നിന്ന് ഇതിൻ്റെ സിറപ്പ് മാത്രം ഈ കേക്കിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കണം. നന്നായിട്ട് തന്നെ ഈ സിറപ്പ് ഒഴിച്ചു കൊടുത്താൽ മാത്രമാണ് നമ്മുടെ കേക്ക് നന്നായിട്ട് മോയ്സ്റ്റ് ആവുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ കേക്ക് ഹാർഡായിട്ട് വരും. പ്രത്യേകിച്ച് നമ്മൾ ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ടായിരിക്കുമല്ലോ എടുക്കുക. അപ്പോൾ നന്നായിട്ട് എല്ലാവിടെയും ആവണ രീതിയിൽ തന്നെ ഒഴിച്ചു കൊടുക്കാം. ഇപ്പം ഞാൻ നന്നായിട്ട് തന്നെ ഈ ചെറി സിറപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മുടെ വിപ്പിംഗ് ക്രീം ഒന്ന് ഇതുപോലെ വെച്ച് കൊടുക്കാം. നമുക്ക് കൂടുതൽ ക്രീം ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കൂടുതൽ അളവിൽ തന്നെ വെച്ച് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ കണ്ടില്ലേ, ആവശ്യത്തിന് ക്രീം ഇതിൻ്റെ മുകളിൽ ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കൂടുതൽ ക്രീം ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കൂടുതൽ അളവിൽ തന്നെ വെച്ച് കൊടുക്കാം കേട്ടോ. അതിനുശേഷം ഇതിൻ്റെ മുകളിലേക്ക് ചെറി വെച്ച് കൊടുക്കുകയാണ്. ചെറിയുടെ പീസസ് മാത്രമാണ് വെച്ച് കൊടുക്കണുള്ളൂ കേട്ടോ. സിറപ്പ് നമ്മൾ നേരത്തെ ഒഴിച്ചു കൊടുത്തതാണല്ലോ. ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് അധികം ചെറി തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ട്. കാരണം 2 ലെയറല്ലേ ഉള്ളൂ ഈ കേക്ക്, അത് കാരണം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മുടെ അടുത്ത ലെയർ കേക്ക് വെച്ച് കൊടുക്കാം. നല്ലപോലെ ഒന്ന് ഇതുപോലെ ബ്രഷ് ചെയ്ത് കൊടുത്താലും മതി. പക്ഷെ നന്നായിട്ട് തന്നെ ഇത് വെറ്റായിട്ട് വരണം. ഇപ്പം ഞാൻ നന്നായിട്ട് തന്നെ ഈ സിറപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഫസ്റ്റ് ലെയർ വെച്ച് കൊടുത്തില്ലേ, അതായത് ഫസ്റ്റ് ലെയറിൽ വിപ്പിംഗ് ക്രീം നമ്മൾ വെച്ച് കൊടുത്തില്ലേ, അതിൻ്റെ ഉള്ളിൽ വേണമെന്നുണ്ടെങ്കിൽ ഈ വൈറ്റ് ചോക്ലേറ്റ് വേണമെന്നുണ്ടെങ്കിൽ വെച്ച് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ വെച്ച് കൊടുത്തിട്ടില്ല. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലും നല്ലപോലെ തന്നെ വിപ്പിംഗ് ക്രീം വെച്ച് കൊടുക്കാം. അതിനുശേഷം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ ഇതിൻ്റെ വശങ്ങളിലൊക്കെ ഒന്ന് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതുപോലെ വശങ്ങളിലൊക്കെ ഇതുപോലെ ഒന്ന് കറക്റ്റായിട്ടൊന്ന് ആക്കിയെടുക്കാം. ഇതിപ്പോൾ വൈറ്റ് ഫോറസ്റ്റ് കേക്ക് ആയ കാരണം അത്രയ്ക്ക് അങ്ങോട്ട് പെർഫെക്റ്റ് ആയില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. കാരണം നമ്മൾ ഇതിൻ്റെ മുകളിൽ ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതൊക്കെ ഇട്ട് കൊടുക്കണ്ടല്ലോ. ഇനി ഞാനിവിടെ ഒരു പൈപ്പിംഗ് ബാഗിൽ കുറച്ച് ക്രീമാക്കി കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഞാൻ ഇത് കണ്ടില്ലേ, ഈ ഒരു നോസിലാണ് കേട്ടോ ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്, സ്റ്റാർ നോസിൽ. ഇനി ഇതിൻ്റെ സെൻറ്ററിലൊക്കെ ഞാൻ ചോക്ലേറ്റ് ഷേവിങ്സ് ആണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ നേരത്തെ എടുത്ത് വെച്ച് ചെറി ഇല്ലേ, ചെറി നമുക്ക് ഇവിടെ വെച്ച് കൊടുക്കാം. ഇപ്പം കണ്ടില്ലേ, ഞാൻ ചെറിയൊക്കെ എല്ലാവരുടെയും വെച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇതിൻ്റെ വശങ്ങളിലൊക്കെ ഇതുപോലെ ചോക്ലേറ്റ് ഷേവിങ്സ് ഒക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ കണ്ടില്ലേ നമ്മുടെ വൈറ്റ് ഫോറസ്റ്റ് കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇത് ഒരു 3-4 മണിക്കൂറെങ്കിലും തണുപ്പിച്ചതിന് ശേഷം കട്ട് ചെയ്യാട്ടോ. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറഞ്ഞോളൂ കേട്ടോ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ കേട്ടോ. അതുകൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാം. അപ്പം മറ്റൊരു അടിപൊളി റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം.